നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ശരിവച്ച് സുപ്രീം കോടതിയുടെ നിർണായക വിധി. SIRന് പൗരത്വ നിർണയവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സുപ്രീം കോടതി. വോട്ടർ പട്ടികയുടെ കൃത്യത പുനഃസ്ഥാപിക്കുക എന്നത് ഭരണഘടനാപരമായ ഉദ്ദേശത്തോടെയാണ് SIR നടത്തിയത്. നഷ്ടമാകുന്നത് വോട്ടവകാശം മാത്രം. വോട്ടർ പട്ടികയിലെ ഒഴിവാക്കലുകൾ നിയമവിരുദ്ധമല്ല. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഇന്ത്യൻ പൗരനല്ലാതെ ആകുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായ അധികാരങ്ങൾക്ക് മറികടക്കുന്നുവെന്ന് പറയാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. SIR നിയമപരമായി സാധുതയുള്ളതിനാൽ ജനാധിപത്യ പ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമല്ലെന്ന് കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തി അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. SIRന്റെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് വിധി പറഞ്ഞത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കാനുള്ളതാണ് SIR ആണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ സമഗ്രത പാലിക്കുമ്പോൾ കമ്മീഷൻ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും രേഖകളുടെ ചട്ടക്കൂട് യുക്തസഹമായി പാലിക്കുകയും വേണം. RP ആക്ടിലെ സെക്ഷൻ 16 പ്രകാരം അയോഗ്യരായ പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. അത്തരം പ്രക്രിയ ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പൗരത്വത്തെക്കുറിച്ച് നിയമാനുസൃതമായ അന്വേഷണം നടത്താൻ കഴിയും. പൗരത്വത്തിന്റെ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എടുക്കാനാകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് SIR എന്നത് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനായുള്ള നടപടിയാണെന്നും അത് നേരിട്ട് ഒരാളുടെ പൗരത്വം തീരുമാനിക്കുന്ന പ്രക്രിയയല്ല എന്നുമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തണോ ഒഴിവാക്കണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും ഒരാളുടെ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിനും സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരമുള്ള അധികാരികൾക്കുമാണ് എന്ന് കോടതി പറഞ്ഞു. അതായത് SIR വഴി പേരുകൾ ഒഴിവാക്കിയാലും അത് ഒരാളെ ഇന്ത്യക്കാരനാണില്ല എന്ന് അന്തിമമായി പ്രഖ്യാപിക്കുന്നില്ല.